സ്വാഗതം. സോ നമ്മൾ ശ്രീലങ്കയിലെ 3rd ഡേ ആണിത്. ഇന്ന് നമ്മളൊരു ട്രെയിൻ ജേണിക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ട്രെയിൻ ജേണിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ജേണിക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യണം. നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ടാണുള്ള ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് നേരെ ട്രെയിനിലേക്ക് കയറാം കേട്ടോ. ഈ ഒരു ട്രെയിൻ ജേർണി നമ്മൾ മിസ് ചെയ്യരുതെന്ന് കുറേ പേര് പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് നമ്മൾ പോണത്. ഓക്കെ, സോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള നോർമലായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ പോകുന്ന വഴി ഭയങ്കര സീനിക് ആയിട്ടുള്ളൊരു വഴിയാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് അയറിൻ്റെ ബർത്ത്ഡേ ആണ്. അതാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇന്ന് അയറിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. സോ നമ്മളൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പോയി വന്നിട്ടായിരിക്കും കേട്ടോ. ട്രെയിൻ ജേർണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എത്തിയപ്പം അവർ പറയാണ് നമുക്കതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി വേണം എന്നുള്ളത്. നമ്മൾ ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതിയാവില്ല, നമുക്കൊരു ഫോട്ടോ കോപ്പിയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജു അതെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് നമ്മളെ ഗൈഡിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഫോട്ടോ കോപ്പി കൊണ്ട് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് ടിക്കറ്റ്സ് കിട്ടുക. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നാനുഓയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് കേട്ടോ കയറുന്നത്. നമുക്ക് പോകേണ്ടത് എല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് പക്ഷെ പോകേണ്ടത് അവിടേക്കാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഇതാണ് ട്രെയിൻ. ഇവിടെ നിർത്തിയിട്ടിട്ടുള്ള ഏതോ ട്രെയിനാണ്. ഇതല്ല നമ്മൾ കയറുന്ന ട്രെയിൻ കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ട്രെയിനാണ്. ഭയങ്കര രസമായിരിക്കും എന്നാണ് കേൾക്കുന്നത്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ട്രെയിൻ അപ്പോൾ 8:55 ടിക്കറ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോയിട്ടേ ഉള്ളൂ. ഒരു 5 മിനിറ്റിനുള്ളിൽ വരും വിചാരിക്കാം. നമുക്ക് ഏത് ക്ലാസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം നമ്മളല്ലല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നമുക്ക് ട്രാവൽ ഏജൻസിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് ആ ഒരു പൊസിഷനിൽ, ആ ഒരു ബോഗിൻ്റെ പൊസിഷനിൽ പോയിട്ട് നിൽക്കണം കേട്ടോ. ഇതാണ് അവർ നമുക്ക് തന്നിട്ടുള്ള ടിക്കറ്റ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ TTR ഒക്കെ വരുമ്പോൾ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട പേപ്പറാണ്. ഇതിലവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റേഷൻ, ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനാണ് ബദുല്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. പക്ഷെ നമ്മൾ അതുവരെ പോകില്ല. നമ്മൾ എല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങും കേട്ടോ. അത്രയും ദൂരം പോകേണ്ട ആവശ്യം ഇല്ല ശരിക്കും. നമ്മളിതൊരു എക്സ്പീരിയൻസിന് വേണ്ടി പോകാണല്ലോ. അപ്പോൾ ശരിക്കും എല്ല വരെ പോയാൽ മതി. അവിടെ വരെയാണ് സീനിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുവരെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചില ആൾക്കാർ അതിന് ദൂരെ ബദുല്ല പറഞ്ഞ സ്ഥലത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളതുവരെ പോകുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ട്രെയിനിൻ്റെ. സോ ട്രെയിൻ ഏകദേശം വരാനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ട്രാക്കാണ് കേട്ടോ ഉള്ളത്. ഇത് ടുവേർഡ്സ് കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ ഇപ്പം വരും എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ശേഷമായിരിക്കും നമ്മളുടെ ട്രെയിൻ വരുന്നത് ടുവേർഡ്സ് എല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രെയിൻ പിന്നീടായിരിക്കും കേട്ടോ വരുന്നത്. ഇവിടെ നിങ്ങൾ ആ ഒരു എൻഡിലൊരു ട്രെയിൻ നിർത്തിയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ആരോ മാർക്ക് കൊടുക്കാം കേട്ടോ. അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. അത് ആക്ച്വലി റൂംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും ഒരു റൂമിൻ്റെ സെറ്റപ്പ് ഉണ്ടാവുമെന്നാണ് ആൾ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ആളോട് ചോദിച്ചപ്പോൾ ആൾക്ക് അറിയില്ല. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് തോന്നുന്നു. ട്രെയിനിന് അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ തന്നെ ഏകദേശം ഒരു അരമണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ എപ്പോഴും ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ലേറ്റ് ആവാറുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തിരക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം നിറയെ ആൾക്കാരായി. ഞങ്ങൾ വന്നതിനെക്കാട്ടും ബാക്ക് പാക്കേഴ്സാണ് കേട്ടോ കൂടുതലുള്ളത്. എവിടെയെങ്കിലുമൊക്കെ പോയി ആ ഒരു ഏരിയയിൽ സ്റ്റേ ചെയ്യുക, എന്നിട്ട് പിറ്റേന്ന് വരാം, അങ്ങനത്തെ ടീംസാണ് കൂടുതൽ. യൂറോപ്യൻസാണുള്ളത് കേട്ടോ കൂടുതലായിട്ടും. അപ്പോൾ നമ്മളിവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാൻറ്റീനിലേക്കുള്ള ട്രെയിൻ പോകണം. അതിന് ശേഷമാണ് നമ്മൾ ട്രെയിൻ വരുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒറ്റ ട്രാക്കിൽ കൂടിയായി 2 ട്രെയിൻ വരുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ പോയതിന് ശേഷമായിരിക്കും അടുത്ത ട്രെയിൻ വരുള്ളൂ. സോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി 1 മണിക്കൂറും കൂടി ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ട്രെയിനിൽ തന്നെ ആയിരിക്കും.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. 50 റുപ്പീസാണ് ഇവിടെ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട്. റുപ്പീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പം ഇന്ത്യൻ മണി ആയിരിക്കും കേട്ടോ. ഇന്ത്യൻ മണി ആവാൻ ചാൻസ് ഇല്ല, ഇവിടുത്തെ മണി തന്നെ ആയിരിക്കും. ശ്രീലങ്കൻ കറൻസി തന്നെയാണ് തോന്നുന്നു കേട്ടോ. 50 റുപ്പീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 50 റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പോകാം. എങ്ങനെയുണ്ട് ടോയ്ലറ്റ് എന്നൊന്നും അറിയില്ല കേട്ടോ, നമ്മളതിനുള്ള കയറി നോക്കിയിട്ടില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ നല്ല മെയിൻറ്റെയിൻഡ് ആയിരിക്കും, കാരണം അവർ പൈസ മേടിക്കുന്നുണ്ടല്ലോ. മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ചപ്പിച്ചവറൊന്നും അങ്ങനെ റോഡ് സൈഡിലിടുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. മേ ബി നമ്മൾ പോയ സ്ഥലങ്ങളിൽ അതില്ലാത്തതുകൊണ്ടായിരിക്കും. അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ്. പിന്നെ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ടൂറിസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രീലങ്ക വരികയാണെങ്കിൽ ഈ ഒരു ട്രെയിൻ ജേർണി എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. വേർത്തായിരുന്നു നമ്മൾ പോയതിന്. അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജേർണി ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു വണ്ടർലാൻഡ് എക്സ്പീരിയൻസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ടർഫാൾസും ഫോറസ്റ്റും അതേപോലെ ടണൽസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിങ്ങനെ ഭയങ്കര റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ ബാക്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലവും അത്രയും സൂപ്പറായിരുന്നു. ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര അടിപൊളി വെതറൊക്കെ ആയിട്ട്. ഇവിടുന്ന് ഒരുപാട് ലോക്കലായിട്ടുള്ള ആൾക്കാരും കയറുന്നുണ്ട്. അവർ യൂസ് ചെയ്യുന്ന ട്രെയിനാണ് ആക്ച്വലി ഇത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് ഇതേപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങി. അവിടേക്ക് നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്ക് ബൈ റോഡും ഏകദേശം 3 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു ട്രെയിൻ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വണ്ടിയിൽ തിരിച്ച് ആ കയറിയ ഹെയർ പിൻസ് ഒക്കെ ഇറങ്ങണം കേട്ടോ. നേരത്തെ നമ്മൾ വന്നത് ട്രെയിനിലായിരുന്നു, ഇപ്പോൾ പോകുന്നത് നമ്മളെ കാറിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളൊരു വാട്ടർഫാൾസിലേക്കാണ് നേരെ പോകുന്നത്. നമ്മൾ നേരെ രാവണ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ രാവണ വാട്ടർഫാൾസിലെത്തി. ഇതാണ് രാവണ വാട്ടർഫാൾസ്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ കാണുന്നുണ്ടായിരുന്നു ഈ വാട്ടർഫാൾസിന്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ദൂരനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ നടന്നിട്ട് പോകണം. രാവണ വാട്ടർഫാൾസിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇതേപോലെ സ്റ്റോൺസിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഈ രാവണ വാട്ടർഫാൾസ് നമുക്ക് അങ്ങനെ ഇറങ്ങി കുളിക്കാനോ അങ്ങനത്തെ ഓപ്ഷനും കാര്യങ്ങളും ഇല്ല കേട്ടോ. കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വാട്ടർഫാളാണെന്നാണ് പറയുന്നത്. ഇപ്പം അധികം വെള്ളമൊന്നും നമ്മുടെ കാണുന്നില്ലേയും കൂടിയിട്ട് ഫുള്ള് പാറക്കല്ലുകളാണ്. സോ നമ്മളൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് വെള്ളത്തിൻ്റെ അവിടേക്ക് നമുക്ക് പോകാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ഒന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ഭയങ്കര ടോളസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫോൾ ആണെന്നാണ് കേട്ടോ പറയുന്നത് ശ്രീലങ്കയത്തെ. ആൻഡ് വൈഡസ്റ്റ് കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിനൊരു ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ലോർഡ് രാവണ ആക്ച്വലി സീതേനെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടുത്തെ കേവ്സിലായിരുന്നു ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് കേട്ടോ പറയുന്നത്. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്.
ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കുറേ അധികം കടകളുണ്ട് കേട്ടോ. ഇങ്ങനെ കുട്ടി 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 കടകളുണ്ട് ഇവിടെ. ഇത് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കടകളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ചോളം കോൺ മേടിച്ചിരിക്കുകയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ മാംഗോ മേടിക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഈ കോണിനോട് വലിയ താല്പര്യമേ ഇല്ല കേട്ടോ. എനിക്ക് മാങ്ങ മാംഗോ നേരത്തെ ഞാൻ നിങ്ങൾക്കൊരു ബ്രിഡ്ജ് കാണിച്ചു തന്നില്ലേ? ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. ഈ രാവണ വാട്ടർഫാൾസിന് നമുക്കൊരു കംപ്ലീറ്റ് വ്യൂ കിട്ടും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു താഴത്തിറങ്ങി കാണുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഈ ഒരു വ്യൂ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ നമ്മളുടെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് 2 സ്ഥലമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ട്രാവൽ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിലേക്ക് എത്താൻ തന്നെ ഏകദേശം 7 hours എടുത്തു കേട്ടോ നമുക്ക്. അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൾക്ക് കുട്ടി സർപ്രൈസൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടി ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.